ഏതാണ് കൊള്ളാവുന്നത്? ചേച്ചി പനീർ നമ്മുടെ അണ്ണന്റെ സ്പെഷ്യലാണ്, പനീർ ടിക്ക ബിരിയാണി. പിന്നെ ആ മൂന്നും നല്ല കർഡ് റൈസിന് ഇവിടെ കുറച്ചും കൂടെ ആരാധകരുണ്ട്. ശരിക്കും ഒരു തമിഴ് ഡിഷ്. അതെ അതെ അതെ. ബിസിബെല്ലെ ബാത്ത് എന്ന് പറയുന്ന ഒരു മാംഗ്ലൂർ ഡിഷാണ്. ഈ മൈസൂർ രാജകുടുംബമാണ് ഇത് സത്യമായിട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് അവരത് ബാക്കിയുള്ളവർക്ക് കൊടുത്തതാണ്. ഇത് മറ്റേത് മാംഗോ തൊക്കെന്ന് പറയും, മാംഗോ തൊക്ക് റൈസ്. യെസ്, മാംഗോ തൊക്ക് റൈസ്. ആ കേസരി വന്നിട്ട് നമ്മള് ഇന്ന് ആഡ് ചെയ്തതാ. അത് എന്റെ ചേച്ചി വന്ന് കഴിച്ചപ്പോഴാ പറഞ്ഞ, എടാ ഒരു സജഷൻ ഉണ്ട്, സ്വീറ്റ്സും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കുന്നു. അപ്പൊ അങ്ങനെ അണ്ണന്റെ വക ഡേറ്റ്സ് കേസരി. ഡേറ്റ്സ് കേസരിയാണ് മൊത്തം വെറൈറ്റി ആണ്. അതെ, ആ മാങ്ങ അച്ചാർ ചേച്ചി കഴിച്ചു നോക്കിട്ട് പറയാം എങ്ങനെയുണ്ട്. വീട്ടിലുണ്ടാക്കിയത് ഇപ്പൊ വൈകുന്നേരത്തെ ഉണ്ടല്ലോ. വൈകുന്നേരം ഉണ്ട്, പിന്നെ 5:30 പാർസലും തുടങ്ങി. പോവാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ഥലം ഒരുപാട് പേർക്ക് വളരെ പരിചയമായിട്ടുള്ള സ്ഥലമാണ്. കൂടുതൽ പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ടാന്ന് തോന്നുന്നു. നമ്മളെ വെങ്കിയുടെ സുടുസുട ഇഡലിയാണ്. അപ്പോൾ സുടുസുട ഇഡലിയിൽ ഇഡലി മാത്രമല്ല, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുറേ വിഭവങ്ങൾ തുടങ്ങും എന്നൊക്കെ. അപ്പോൾ ഇവർ 2 ദിവസം മുന്നേ മീൽസ് സ്റ്റാർട്ട് ചെയ്തു. വെജ് മീൽസ് തന്നെയാണ്. അതിനകത്തും നമുക്ക് സാധാരണ കിട്ടണ ചോറും കറികളും ഒന്നുമല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. പനീർ ബിരിയാണി, അതുപോലെ തൈര് സാദം, മാംഗോ റൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി ഇവിടെ അങ്ങനെ ഒരുപാട് നമുക്ക് പരിചയമുള്ളതല്ല. അതൊരു തമിഴ്നാട് അങ്ങനത്തെയൊക്കെ സ്റ്റൈൽ ഭക്ഷണമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മുന്നേ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒരു 1-1.5-2 വർഷം മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ വെങ്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിചയപ്പെടുത്തണമായിരുന്നു. ഇങ്ങനെ ഉടൻപണത്തിലെ അല്ലെങ്കിൽ നായികനായല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് അതൊന്നും പറയണ്ട. കാരണം വെങ്കി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തെലുങ്കിലും തമിഴിലും ഒക്കെ വളരെ ഫേമസ് ആയി നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, അഭിമാനമൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവയ്ക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പനീർ ടിക്ക ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് കഴിക്കാനും പോവുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ സാലഡും അച്ചാറും പിന്നെ കേസരിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യൽ മീൽസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ കാണുന്ന അങ്ങനത്തെ ഒരു ഐറ്റമേ അല്ല. 120 രൂപയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഇതിനകത്ത് 3 തരം റൈസ് വരുന്നുണ്ട് കേട്ടോ. ഈ കർഡ് റൈസ്, മാംഗോ റൈസ്, അങ്ങനെയൊക്കെ. അതുകൂടാതെ കേസരി ഉണ്ട്. അത് ഇന്ന് മുതലാണ് കേസരി സ്റ്റാർട്ട് ചെയ്തത്. ഡേറ്റ്സ് കേസരിയാണ്. കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതുപോലെയുള്ള ഇത് വറുത്തതുണ്ട്. ഇത് നമ്മുടെ കായ കൊണ്ടുള്ള ബജ്ജിയാണ്. പിന്നെ മാങ്ങ അച്ചാർ, ഒരു കൊണ്ടാട്ട മുളക് വറുത്തത്. ഇത്രയാണ് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ 3 റൈസ് വേണ്ട. അപ്പോൾ 3 തരം റൈസ് ആണല്ലോ. 3 റൈസ് വേണ്ട, ഒറ്റയ്ക്ക് മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഇത് ഓരോന്നും കിട്ടും. അപ്പോൾ അത് 90, 100 അങ്ങനെ ഓരോന്നിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയും കിട്ടും. അല്ലാതെ ഇതുപോലെ എല്ലാം കൂടെ ഞാൻ വിചാരിച്ച എല്ലാം ഒന്ന് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ കുറേശ്ശെ എല്ലാവരും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിക്കാം. അപ്പം ഞാൻ കേർഡ് റൈസാണ് ആദ്യം കഴിക്കണം. ഞാൻ പറയൂലേ, എനിക്കിങ്ങനെ വൈറ്റ് റൈസ് ഇഷ്ടമല്ല. മീൻസ് ഈ ചെമ്പാവരിയുടെ ചോറ്, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ ഇവിടെ ഈ അരിയാണ് കേട്ടോ. കഴിച്ച് നോക്കട്ടെ. നല്ല സ്വാദ് കേട്ടോ. വേറെ എന്തൊക്കെയോ ഇതിനകത്ത് ചേരുന്നുണ്ട്. എന്ത് സ്വാദാണ്. നമ്മൾ സാധാരണ തൈര് ഒഴിച്ച് കഴിക്കണ മാതിരിയല്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ, കഴിക്കാൻ. നല്ലൊരു സ്വാദ്. ഇനി ബാക്കിയും കൂടെ കഴിച്ച് നോക്കണം. ഇതൊന്ന് ആ ഉഴുന്നും ഒക്കെ പിടിച്ച് കടിക്കുമ്പോൾ രസം. കർഡ് റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കഴിക്കുക, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ. ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്വാദ് കൊള്ളാലോ ഇങ്ങനെ വെച്ചിട്ട്. ഇനി മാംഗോ റൈസാണ്. ഇതിനകത്താണെങ്കിൽ പച്ചമാങ്ങ, ഇപ്പം മാങ്ങയുടെ ഒരു സമയമല്ലേ. പച്ചമാങ്ങയും കപ്പലണ്ടി, ഉഴുന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. മാങ്ങ ഇതിനകത്ത് അരിഞ്ഞു വിട്ടിട്ടുണ്ട്. മാങ്ങയുടെ ഒരു ചെറിയൊരു പുളിപ്പൊന്നും പറയാനില്ല, ചെറിയൊരു പുളിപ്പും. അത് രണ്ടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബാക്കി സാധനങ്ങളൊന്നും കഴിച്ചു പോലും നോക്കിയില്ല. നല്ല ഇഷ്ടപ്പെട്ടു ഇത് രണ്ടും. 3ാമത്തെ റൈസ് നിറയെ മല്ലിയിലയൊക്കെ ഇട്ട്. മറ്റേത് രണ്ടും അത്ര കുഴഞ്ഞിട്ടല്ല. 3ാമത്തെ കുറച്ചും കൂടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കണ ഒരു പരുവം. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു സ്വാദാണ്. ബിരിയാണിയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതൊന്നുമല്ല.
കൊള്ളാം. ഇത് ശരിക്കും ഒരു മാംഗ്ലൂർ ഡിഷാണെന്നാണ് വെങ്കി പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻസിന് കുറേ ഓപ്ഷനാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. പല പല സാധനങ്ങൾ ഇങ്ങനെ കഴിച്ച് നോക്കാമല്ലോ. ഇതാ ഡേറ്റ്സ് കൊണ്ടുള്ള സ്പെഷ്യൽ കേസരിയാണ്. ഇതിപ്പോൾ ഏത് കൊള്ളാമെന്ന് വെച്ചാൽ എല്ലാം കൊള്ളാം. ചിലപ്പോൾ ഇങ്ങനത്തെ വൈറ്റ് റൈസൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു അത്ര ചിലപ്പോൾ അത്ഭുതമൊന്നുമല്ല. എനിക്കെന്താണ് അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനമേ ഇഷ്ടമല്ല. അതേ തമിഴ്നാട് പോണ്ടിച്ചേരിയൊക്കെ നമ്മൾ ഷൂട്ടിന് പോയ സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറ് തരുമ്പോഴേ എനിക്ക് അങ്ങനത്തെ അരിയുടെ ചോറ് ഇഷ്ടമല്ല. ഈ പൊന്നിയരി ആ സൈസ് ഒന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് ഞാനൊരു തുള്ളി പോലും കളയാതെ ഞാൻ കഴിച്ചു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു സ്വാദ്, പിന്നെ ആ ഉഴുന്നും പരിപ്പും കപ്പലണ്ടിയൊക്കെ കടിക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ഇതന്നെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരുമ്പോഴേ ഒരു തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 11-11:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ ഇറങ്ങും. അവിടെ ഭക്ഷണമുണ്ട്, അന്നദാനമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നിൽക്കണില്ലാത്തവർക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ പടിഞ്ഞാറേ നട വഴി പുറത്ത് കിടന്നാൽ അവിടെയാണ് ഇതുള്ളത്. അപ്പോൾ നല്ല വെജ് ഭക്ഷണം കഴിക്കും. ഒരു 11:30 ആകുമ്പോഴത്തെ റെഡിയാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ 11 മണി മുതൽ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ആളുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞും കേട്ടു. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായിട്ടുള്ളൂ ഈ മീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നാലും അറിഞ്ഞും കേട്ടുമൊക്കെ ആളുകൾ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾ, പുറത്തുനിന്ന് മീൻസ് നമ്മൾ മലയാളികളല്ലാത്ത കുറേ ആളുകൾ കേട്ടോ. അവർ അമ്പലത്തിലൊക്കെ വന്നവരൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് കുറേ പേര് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അപ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല. നമുക്കപ്പോൾ ഇനി ബിരിയാണി കഴിച്ചു നോക്കാനുണ്ട്. അതും പനീർ ടിക്ക ബിരിയാണി നോക്കാം. ഇതാണ് നമ്മുടെ പനീർ ടിക്ക ബിരിയാണി. ഇതിങ്ങനെ 2-3 ലെയർ ആയിട്ടാണ്. അതായത് ഇപ്പോൾ പനീർ കണ്ടില്ലേ, വൈറ്റ് റൈസ്, അതിൻ്റെ അടിയിൽ ഇതാ വീണ്ടും പനീർ, പിന്നെ അല്ലാത്ത ഇത് മസാല മിക്സ് ചെയ്തിട്ടുള്ള റൈസ്, കറുവാപ്പട്ടയൊക്കെ ഇട്ട് ഗ്രാമ്പൂക്കെ ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് അടിപൊളി അല്ലേ കാണാൻ തന്നെ. നമ്മുടെ ചെന്നൈ ബിരിയാണിയുടെയൊക്കെ ആ ഒരു കളർ ഉണ്ട്. നല്ലൊരു മണം കേട്ടോ. ഹായ്, നല്ല രസമുള്ള മണം. ഇതാണ് നമ്മുടെ പനീർ ടിക്ക ബിരിയാണി. ഒരു പനീറിൻ്റെ കഷ്ണവും കുറച്ച് റൈസും കൂടെ കഴിച്ചു നോക്കാം. ഇപ്പം ഞാൻ പൊതുവെ പാല്, പനീർ, ബട്ടർ, നെയ്യ് ഇതിൻ്റെയൊക്കെ ഒരു ഫാനാണ്. അതിൽ കമിഴ്ന്ന് കിടക്കും. അതും കിട്ടിട്ട് എനിക്ക് എന്ത് വന്നാലും ഭയങ്കര ഇഷ്ടം. ചിലവർക്ക് അതിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ. ഞാൻ പക്ഷേ അതിന് അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ രാവിലെ തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടൻ കാപ്പിയിൽ ഒരിച്ചിരി ശർക്കരയും 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു കോഫി, അതിലാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അത് കുടിക്കാതെ എനിക്കൊരു ഉന്മേഷം കിട്ടില്ല. അപ്പം നെയ്യിലാണ് തുടക്കം. അങ്ങനെ നെയ്യുടെയും പനീറിൻ്റെയൊക്കെ സ്വാദ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫാനായിരിക്കും. അമ്മാതിരി ടേസ്റ്റാണ്. ഭയങ്കര അടിപൊളി കേട്ടോ. എനിക്ക് പക്ഷേ ഒന്നും കഴിക്കാൻ പാടില്ല, അതാണ് ഒരു കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ മറ്റേ അലർജിക്ക്. അതുകൊണ്ട് പാലിൻ്റെ സാധനങ്ങൾ കുറച്ച് അധികം കഴിച്ചുകൂടാ. എന്നാലും ഞാൻ നെയ്യൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മൾ എണ്ണയൊക്കെ പോലെയല്ല, നെയ്യ് അത് നല്ല കൊഴുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യൊക്കെ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ശുദ്ധമായ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനൊക്കെ കുറേശ്ശെയൊക്കെ ശ്രമിക്കും. നമുക്കൊരു വീട്ടിലേക്കുള്ള മുഴുവൻ നെയ്യൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് പാലൊന്നും നമ്മൾ വീട്ടിൽ മേടിക്കണമല്ലോ. ഒരു സ്വന്തമായിട്ട് പശു വീട്ടിൽ പാലും ഒക്കെ ഉള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടാക്കണ ശുദ്ധമായ നെയ്യ് കഴിക്കാം. പിന്നെ ഒന്നുകൂടെ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് കഴിച്ചിട്ടേ ഇല്ല. പനീറിൻ്റെ പല പല സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്, കറികൾ കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പനീർ കൊണ്ടുള്ള ഒരു ബിരിയാണി. ശരിക്കും ഈ പനീറിൻ്റെ കഷ്ണം ഇല്ലെങ്കിലും ഈ റൈസ് തന്നെ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഇതാ സാലഡ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി സാലഡും കൂടെ ചേർത്ത് കഴിക്കാം. ഇപ്പോഴാണ് കറക്റ്റായത്. എൻ്റെ പിന്നെ ഇവിടെ അതിൻ്റെ കൂടെ തരുന്ന ഒരു മാങ്ങ അച്ചാറുണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കിക്കോ. കാരണം അത്രയ്ക്കൊരു ടേസ്റ്റാണ്. കാരണം ഇതുവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആ തൈര് സാദം. തൈര് സാദത്തിൻ്റെ കൂടെ
ഈ മാങ്ങാച്ചാറിന് ഒരു കഷ്ണം കൂടെ വെച്ച് കഴിക്കണം. ഓ, ചില ഭക്ഷണമൊക്കെ നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തേ. അതായത് നമുക്കിവിടെ എത്തുന്നത് വരെ അതിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊരു സാധാ ചോറും മീൻകറിയും കഴിക്കാം, നല്ലൊരു സദ്യ കഴിക്കാൻ പോകണം, എനിക്കറിയാം ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. അതിനകത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും, ഓക്കെ. പക്ഷേ ഇത് ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ലാത്തൊരു സംഗതി, എനിക്കിഷ്ടമില്ലാത്തൊരു സംഗതി, അത് വന്ന് കഴിച്ചിട്ട് ഞാൻ ഇനിയും കഴിക്കാൻ വരും എന്ന് പറയുന്ന തരത്തിലേക്ക് വരണമെങ്കിൽ അത് അപ്പോൾ ഇതൊരു സ്വാദ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ മാങ്ങാച്ചാറും ബിരിയാണിയുടെ റൈസും കൂടെ കൊള്ളാം. ഇതൊക്കെ ശരിക്കും സ്പൂൺ കൊണ്ട് കഴിക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആരും കൈ കൊണ്ട് വാരി കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ മാത്രമേ കഴിക്കേണ്ട. ചിലപ്പോൾ ഞാൻ കർഡ് റൈസൊക്കെ അങ്ങനെ തന്നെ സ്പൂണിൽ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി അറിയാലോ, അതെല്ലാം കൊണ്ടിട്ട് കുഴച്ച്. കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മളെ വീഡിയോയിൽ വന്നാണ് കുറ്റം പറഞ്ഞു, എല്ലാ കറികളും കൂടെ കൂട്ടിയിട്ടല്ല കഴിക്കേണ്ടത്, ഓരോ കറിയായിട്ട് കഴിച്ചാലല്ല അതിൻ്റെ സ്വാദം അറിയും. നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമല്ല, എനിക്കെല്ലാം കൂടെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത നിമിഷം നമ്മളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇഷ്ടമുള്ള മാതിരി ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ള മാതിരിയൊക്കെ ജീവിക്കുക. എല്ലാം കഴിഞ്ഞങ്ങ് മേലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ കേട്ടോ ഞാൻ മറുപടിയും കൊടുത്തത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിന് വീണ്ടും പറയുകയാണ്, ഞാനങ്ങനെ ഇതൊന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുമ്പേ തൈര് സാധമൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്, ലെമൺ റൈസ് അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ കഴിച്ച് അത് ഉണ്ടാക്കിയത് ശരിയാവാഞ്ഞിട്ടെന്താ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴിച്ച സ്ഥലത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളിത് വഴി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ. ഒരു കുറ്റം പറയാനും വേണ്ടി ഒന്നുമില്ല. മാങ്ങാച്ചാറ് കഴിച്ചാൽ കുറച്ച് എരിവുണ്ട്, അതൊഴിച്ചാൽ വേറെ അതൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം ഇവിടെ സാധാരണ പോലെ തന്നെയുണ്ട്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, നേരത്തെ ആണെങ്കിൽ ഇവിടെ വലിയൊരു കംപ്ലൈൻറ്റ്, ഞാനിട്ട റീലിനടിയിൽ മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് പാഴ്സലില്ല. ശരിയായിരുന്നു, നേരത്തെ അവസ്ഥയിൽ പാഴ്സലില്ല. കാരണം ചെറിയൊരു സൗകര്യമാണ്, അതിൻ്റെ ഇടയിൽ ഈ പിള്ളേർ എല്ലാവരും കൂടെ മാറി മാറി നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജോലി ആളിനൊക്കെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് പാഴ്സലും കൂടെ പുതിയ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പാഴ്സലുണ്ട്, ഇതും പാഴ്സൽ കിട്ടും. ഇഡലി, വൈകുന്നേരത്തെ ഇഡലി ദോശ സാധനങ്ങളൊക്കെ പാഴ്സൽ കിട്ടും. ഇതൊക്കെയാണ് സുടുസുടയിലെ പുതിയ വിശേഷങ്ങൾ. ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം.